സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ അതിലെല്ലാം കർക്കശമായ നിലപാട് തന്നെ സ്വീകരിച്ചു പോവുകയാണ്. എല്ലാ പൊതു ഇടങ്ങളും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. SFI നേതാക്കൾക്കെതിരെ പരാതിയുമായി AISF വനിതാ നേതാവ് ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ശരീരത്തിൽ കടന്നു പിടിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ഇരിങ്ങാലക്കുടയിലെ ഡിവൈഎഫ്ഐ നേതാവിന്റെ പീഡനം പോലീസിൽ പരാതിപ്പെടാൻ ഒരുങ്ങിയപ്പോൾ പാർട്ടി നേതാക്കൾ ഇടപെട്ട് തടഞ്ഞുവെന്ന് പരാതിക്കാരിയായ യുവതി. പറശ്ശിനിക്കടവ് കൂട്ടബലാത്സംഗ കേസിൽ ഡിവൈഎഫ്ഐ നേതാവടക്കം 8 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 10ാം ക്ലാസുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. ഡിവൈഎഫ്ഐ 7കാരിയെ പീഡിപ്പിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകൻ മനോജ് അറസ്റ്റിൽ. വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പാലക്കാട് മണ്ണാർക്കാട്ട് CPM പ്രാദേശിക നേതാവ് അറസ്റ്റിൽ. CPM ഓഫീസിൽ പീഡിപ്പിക്കപ്പെട്ടെന്ന യുവതിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെ മുംബൈയിൽ ബലാത്സംഗ കുറ്റത്തിന് കേസെടുത്തു. ഡാൻസ് ബാർ ജീവനക്കാരിയായ ബീഹാർ സ്വദേശിനിയുടെ പരാതിയിലാണ് കേസ്. വിവാഹ വാഗ്ദാനം നൽകി വർഷങ്ങളോളം പീഡിപ്പിച്ചെന്നാണ് കേസ്. കുണ്ടറയിൽ വീട്ടമ്മയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ CPM നേതാവിനെതിരെ നടപടി. കുണ്ടറ ഏരിയ കമ്മിറ്റി അംഗം രമേഷ് കുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 20ഓളം സ്കൂൾ വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് CPM നേതാവിന്റെ സഹോദരൻ അറസ്റ്റിൽ. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ CPM പ്രാദേശിക നേതാവ് അറസ്റ്റിൽ. CPM വിഴിഞ്ഞം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന സമീർ ഖാനാണ് പിടിയിലായത്. പീഡനക്കേസിൽ CPM ലോക്കൽ സെക്രട്ടറിക്കെതിരെ പോലീസ് കേസ്. എറണാകുളം ഏഴിക്കരയിൽ പാർട്ടി പഞ്ചായത്ത് അംഗം പീഡനക്കേസിൽ അകപ്പെട്ടത് CPMന് തലവേദനയായിരുന്നു. ഏഴിക്കര പഞ്ചായത്ത് അംഗവും CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ ER സുനിൽരാജിനെതിരെയാണ് 14 വയസ്സുകാരിയായ പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്. കണ്ണൂർ ഇരിട്ടിയിൽ വയോധികയെ പീഡിപ്പിച്ച കേസിൽ CPM പ്രവർത്തകൻ അറസ്റ്റിൽ. 2 പെൺകുട്ടികളെ പീഡിപ്പിച്ചെന്ന CPM ഏരൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ വ്യക്തിക്കെതിരെയാണ് പരാതി. 2 CPM പ്രാദേശിക നേതാക്കൾക്കെതിരെ പീഡനക്കേസ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. പാലക്കാട് പ്ലായംപള്ളം ബ്രാഞ്ച് സെക്രട്ടറിയും തേനാരി സ്വദേശിയുമായ സുനിലാണ് കസബ പോലീസിന്റെ പിടിയിലായത്. പാർട്ടി പ്രവർത്തകയെ പീഡിപ്പിച്ച് നഗ്നചിത്രം പകർത്തിയതിന് CPM ബ്രാഞ്ച് സെക്രട്ടറിക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകനുമെതിരെ കേസ്. ഘട്ടത്തിലെല്ലാം നിങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു. എടുത്തു പറയത്തക്ക പ്രവർത്തനമായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തിന്റെ വ്യത്യസ്തങ്ങളായ മാതൃകകളായിട്ടാണ് ഇതെല്ലാം വന്നത്. ഷൊർണൂർ MLA PK ശശിക്കെതിരെ ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ ലൈംഗിക പീഡന പരാതി. യുവതിയുടെ പരാതിയിൽ 2 ആഴ്ചയ്ക്ക് ശേഷം CPIM നേതൃത്വം അന്വേഷണത്തിന് തീരുമാനിച്ചു. രണ്ടകരയിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ പീഡിപ്പിച്ച കേസിൽ CPM നേതാക്കളായ പ്രതികൾ കസ്റ്റഡിയിൽ. മുളിയേരി ബ്രാഞ്ച് സെക്രട്ടറി PP ബാബുരാജും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി TP ലിജീഷുമാണ് പിടിയിലായത്. കോഴിക്കോട് മാവൂരിലെ പ്രകൃതിവിരുദ്ധ പീഡന കേസിൽ CPM പഞ്ചായത്ത് അംഗം K ഉണ്ണികൃഷ്ണൻ കീഴടങ്ങി. രാവിലെ 7 മണിയോടെ മാവൂർ സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോക്സോ കോടതി ഉണ്ണികൃഷ്ണന്റെ മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു. ഡിസംബർ CPM ഓഫീസിൽ പീഡിപ്പിക്കപ്പെട്ടുവെന്ന യുവതിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ചെർപ്പളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡനത്തിനിരയായെന്നാണ് പരാതി. കഴിഞ്ഞ 16-ന് മണ്ണൂരിൽ വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പാലക്കാട് മണ്ണാർക്കാട്ട് CPM പ്രാദേശിക നേതാവ് അറസ്റ്റിൽ.